പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാം ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോസലെ പണിയുമങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുമേ ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ, കനിവെന്നൊരങ്ങിലെ ഭുവന ദുഃഖമുക്തിയും താരകത്തിനൊക്കെയും പേരിടുന്നു പാവനൻ. ഉന്നത പ്രതാപനായി വാണിടുന്നു പാലകൻ, അഖില ലോകനായകൻ അറിവ് പൂർണ്ണമായവൻ. താഴ്ത്തിടുന്നു ദുഷ്ടരെ, താങ്ങിടുന്നു ശിഷ്ടരെ. കീർത്തനങ്ങൾ പാടിടാം, വാഴ്ത്തിടാം മഹേശ്വരെ. കിന്നരങ്ങൾ മീട്ടിയ നാമഗീതി പാടിടാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു.
സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതരകനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ മകളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി. നിയമത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി. നിയമത്തിനു പുറമേ ഉള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി. അതേസമയം ഞാൻ ദൈവനിയമമില്ലാത്തവനായിരുന്നില്ല, പ്രത്യുത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗമാക്കുന്നതിനായി സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാവുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്, നാം അനശ്വരമായതിനു വേണ്ടിയും. ഞാൻ ഓടുന്ന ലക്ഷ്യമില്ലാതെയല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ചു കീഴടക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6, 27 മുതലുള്ള തിരുവചനങ്ങൾ. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവേൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവേൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവേൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടും കൂടി കാണിച്ച് കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണ് ഉള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണ് ഉള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം ആരുടെ സുവിശേഷ? വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം. എത്ര അധ്യായം? 6 അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. വളരെ സുന്ദരമായ ഒരു ബൈബിൾ ഭാഗമാണ്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. ഇത് വായിച്ച് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരിക്കലും നമ്മുടെയൊക്കെ ജീവിതത്തോട് ഒരു ബന്ധമില്ലാത്ത ഒരു സുവിശേഷ ഭാഗമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സുവിശേഷ ഭാഗം, ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ്. ജീവിക്കുന്നവരുണ്ട്, ജീവിക്കുന്നവരില്ല എന്നല്ല, പക്ഷെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ച് കേട്ടത്. ആ വചനവായനയിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്. എന്താണ് പറഞ്ഞു വയ്ക്കുക? ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ശത്രുക്കളെ സ്നേഹിക്കാനാണ് ഈശോ പറയുക. രണ്ടാമത്തെ കാര്യം എന്താ പറയണേ? നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. അടുത്ത കാര്യം എന്താ പറയണേ? ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, കുറ്റം പറയുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, മുറിവ് തരുന്നവരെയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയണേ. അടുത്ത വചനമാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേ ചെകിടും കൂടി കാണിച്ചു കൊടുക്കുവിൻ. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നമ്മുടെയൊക്കെ ജീവിതത്തോട് ഏറ്റവും കൂടുതൽ ഒരു ചോദ്യമായിട്ടാണ് സഭാമാതാവ് ഈ സുവിശേഷം നമുക്കായിട്ട് തരിക. ഒരിക്കലും നമുക്ക് പറ്റാത്ത കാര്യം, ഞാനടക്കം നമ്മളെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കണം. നല്ലതാ. നമ്മളെ ബുദ്ധിമുട്ടിച്ചവരോട്, സങ്കടങ്ങൾ തന്നവരോട്, വിഷമിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പറ്റുന്നുണ്ടോ? അവിടെയാണ് നമ്മളൊക്കെ വിശുദ്ധരായിട്ട് മാറുക. ഞാൻ എപ്പോഴും പറയും, നമ്മളിപ്പോൾ സാധാരണ മനുഷ്യരാണ്. നമ്മൾ തിരിച്ച് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ, തിരിച്ച് വെറുപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ, തിരിച്ച് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. പക്ഷെ നമ്മൾ ക്ഷമിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വിട്ടുകൊടുക്കുമ്പോൾ നമ്മളൊക്കെ വിശുദ്ധന്മാരായിട്ട് മാറുകയാണ്. നമുക്കറിയാവുന്ന ഒരു വിശുദ്ധയുണ്ട്. നമുക്കറിയാം, വിശുദ്ധ റാണി മരിയ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പുല്ലുവഴിക്കാരിയാണ്. പെരുമ്പാവൂരടുത്ത് പുല്ലുവഴി എന്ന സ്ഥലത്ത് ജീവിച്ച് നമ്മുടെ തൊട്ടടുത്ത് ജീവിച്ച ഒരു വിശുദ്ധ. പ്രത്യേകമായിട്ട് ആ പേര് പറയുമ്പോൾ തന്നെ സിസ്റ്റർ റാണി മരിയ, നമുക്ക് ആ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു കാര്യമാണ് നിങ്ങളോട് പറയുക. പെരുമ്പാവൂരടുത്ത് പുല്ലുവഴി എന്ന ഒരു ഗ്രാമപ്രദേശമാണ്. വട്ടാലിൽ തറവാട്ടിലാണ് സിസ്റ്റർ റാണി മരിയ ജനിച്ചത്. ഈ തറവാട്ടിലെ ഒരു ആഘോഷം നടക്കുക, വളരെ ഗംഭീരമായിട്ടൊരു ആഘോഷം നടക്കുക. എന്താണ് ആഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അതിഥി കടന്നു വരികയാണ്. അതിൻ്റെ ആഘോഷമാണ്.
വട്ടാലിൽ തറവാട്ടിലെ സിസ്റ്റർ റാണിമരിയയുടെ അപ്പൻ, അമ്മ, സഹോദരിയായ സിസ്റ്റർ സെൽമി എന്നാണ് എൻ്റെ പേര് ഓർമ്മിക്കുന്നു, ഞാൻ അങ്ങനെയാണ് പേരെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സെൽമി എന്നാണ് പേര്, സഹോദരിയുടെ പേര് അങ്ങനെയെന്നാണ് ഞാൻ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ സഹോദരി പിന്നെ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു ആഘോഷം സംഘടിപ്പിക്കുക. ഈ ആഘോഷം എന്തിനാണെന്ന് വെച്ചാൽ ഒരു വ്യക്തി കടന്നു വരികയാണ്. സിസ്റ്റർ റാണിമരിയ എന്താണ്, എങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ നമുക്കറിയാം. 1995 ഫെബ്രുവരി 25 മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ച്, ഓടുന്ന ബസ്സിൽ വെച്ച് ഒരു മനുഷ്യൻ 35 തവണ കടാര കുത്തിയിറക്കി കൊന്ന ഒരു മിഷനറി ആയിരുന്നു സിസ്റ്റർ റാണിമരിയ. ആ സിസ്റ്റർ റാണിമരിയയുടെ വീട്ടിലേക്കാണ് ഒരു വ്യക്തി കടന്നു വരിക. ഈ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഈ 35 പ്രാവശ്യം കടാര കൊണ്ട് കുത്തിയിറക്കിയ മനുഷ്യനാണ്. സമന്തർ സിംഗ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. അദ്ദേഹം ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിലാണ് അപ്പനമ്മ, പ്രായമായി അപ്പനമ്മ, കുടുംബത്തിലുള്ളവർ, സഹോദരിയായൊരു സിസ്റ്റർ, പിന്നെ എല്ലാവരും കൂടി വളരെ ആഘോഷത്തോടു കൂടെ ഈ മനുഷ്യനെ സ്വീകരിക്കുകയാണ്. ഈ സമന്തർ സിംഗ് എന്ന ചെറുപ്പക്കാരൻ, ആ റാണിമരിയയെ കൊന്ന ഈ മനുഷ്യൻ, ഈ ഹിന്ദി സംസാരിക്കുന്ന ഈ മനുഷ്യൻ ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ എല്ലാവരും ആ വീട്ടിലേക്ക് ആ ചെറുപ്പക്കാരനെ സ്വാഗതം ചെയ്യുകയാണ്. ഇദ്ദേഹം ഈ വീട്ടിലേക്ക് കയറി വരുന്ന സാഹചര്യത്തിൽ ഈ റാണിമരിയയുടെ അപ്പൻ ഈ ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ കരങ്ങൾ വെച്ചിട്ട് അദ്ദേഹത്തെ ആ നെറുകയിലൊന്ന് ചുംബിച്ചിട്ട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞാൻ ഈ മനുഷ്യനെ, ഈ മകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് ഈ റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഇങ്ങനെയാണ്, ഈ സമയത്ത് ഈ അപ്പനും ഈ സമന്തർ സിംഗ് എന്ന ചെറുപ്പക്കാരന് 35 പ്രാവശ്യം തൻ്റെ മകളെ കൊന്ന ആ ചെറുപ്പക്കാരൻ്റെ നെറുകയിൽ കൈവച്ചപ്പോൾ ആ സമന്തർ സിംഗ് എന്ന ചെറുപ്പക്കാരനും ഈ അപ്പനും കരയുന്നുണ്ടായിരുന്നു എന്ന്. എനിക്കതിൽ ഏറ്റവും കൂടുതൽ തീഷ്ണത ഉളവാക്കിയതും ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ച ഒരു ഡയലോഗ് അമ്മയുടെ ഡയലോഗാണ്. അമ്മ പറഞ്ഞൊരു ഡയലോഗ് ഇങ്ങനെയാണ്, ആ മകൻ്റെ കരങ്ങളിങ്ങനെ എടുത്തു പിടിച്ചിട്ട് അതിങ്ങനെ ചുംബിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ മകളുടെ അവസാന ചോര വീണ കയ്യ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ ഈ സമന്തർ സിംഗ് എന്ന ചെറുപ്പക്കാരൻ്റെ കൈ ചുംബിച്ചു എന്ന് പറയുക. സഹോദരി രാഖി കെട്ടിക്കൊടുത്ത്, സഹോദരൻ എന്ന രാഖി കെട്ടിക്കൊടുത്ത് ഒത്തിരി സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു എന്ന് പറയുക. ആ കുടുംബം മുഴുവൻ സ്വീകരിച്ചു എന്ന് പറയുക. നിങ്ങൾ ഓർക്കണം, സ്വന്തം മകളെ 35 പ്രാവശ്യം കടാര കൊണ്ട് കുത്തിയിറക്കി ഒരു വിദ്വേഷമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും കാണിക്കാതെ കൊന്ന ഒരു മനുഷ്യനോടാണ് ആ കുടുംബം അങ്ങനെ ചെയ്യുക. ക്ഷമിക്കുമ്പോഴാണ് ദൈവം സ്നേഹമായിട്ട് മാറുക, ദൈവത്തിൻ്റെ സ്നേഹം അവിടെ തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, വെറുപ്പും വിദ്വേഷവും പകയൊക്കെ ഉള്ള മനുഷ്യർ. എവിടെയാണ് വിശുദ്ധന്മാർ ജനിക്കുക? ക്ഷമിക്കുമ്പോഴാണ്, പ്രാർത്ഥിക്കുമ്പോഴാണ്, വിട്ടുകൊടുക്കുമ്പോഴാണ്, കുറച്ചും കൂടെ എളിമപ്പെടുമ്പോഴാണ് വിശുദ്ധന്മാർ രൂപമെടുക്കുക, വിശുദ്ധന്മാർ ജനിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതുതന്നെയാണ്. ജീവിതത്തിൽ ക്ഷമിക്കാൻ പറ്റട്ടെ. നമ്മളെ വേദനിപ്പിച്ചവർ ഒത്തിരി പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്, നമ്മളെ സങ്കടപ്പെടുത്തിയവർ ഒത്തിരി പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്, നമുക്ക് ഒത്തിരിയേറെ ദുരിതങ്ങൾ തന്നവർ നമ്മുടെ ചുറ്റിനുമുണ്ട്, നമുക്ക് ഒത്തിരിയേറെ വെറുപ്പുള്ളവരുണ്ട് നമ്മുടെ ചുറ്റിനും, നമ്മൾ ഒത്തിരിയേറെ അസൂയയുടെ നോക്കിക്കാണുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്, താഴ്ത്തിക്കെട്ടിയവരുണ്ട്, അടിച്ചു താഴ്ത്തിയവരുണ്ട്, നമുക്ക് തരേണ്ട സ്ഥാനമാനങ്ങൾ, നീതിയോടെ വർത്തിക്കേണ്ട കാര്യങ്ങൾ തരാത്തവരൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റിനും. അവരോടൊക്കെ ക്ഷമിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും വിട്ടുകൊടുക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴുമാണ് നമ്മളൊക്കെ വിശുദ്ധന്മാരായിട്ട് തീരുക. അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ വെറുപ്പും വിദ്വേഷമുള്ളൊരു മനുഷ്യനായി നമ്മുടെ ജീവിതം അവസാനിക്കും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിന്മയെ നന്മ കൊണ്ട് എതിർക്കുക, നന്മ കൊണ്ട് എതിർക്കുക. നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്തെന്ന് വെച്ചാൽ, അവസാന നിമിഷത്തിൽ, ഈശോയുടെ അവസാന നിമിഷത്തിൽ ഈശോ പറഞ്ഞൊരു ഡയലോഗുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. തന്നെ കുത്തി മുറിവേൽപ്പിച്ചവരോടും തന്നെ അടിച്ച് പരിഹേൽപ്പിച്ചവരോടും തന്നെ ഒത്തിരിയേറെ നിന്ദാപമാനങ്ങൾ നടത്തിയവരോടും ക്രൂശിക്കാൻ ആക്രോശിച്ചവരോടുമൊക്കെ ക്ഷമിച്ച ഒരു കർത്താവാണ് നമുക്കുള്ളത്. ആ കർത്താവിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നിൻ്റെ കൂടെ നിന്നെ വേദനിപ്പിച്ച് ഒത്തിരി പേരുണ്ടാകാം. ചിലപ്പോൾ അമ്മായിയമ്മയായിരിക്കാം, അമ്മായിയപ്പനായിരിക്കാം, ചിലപ്പോൾ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, മകനായിരിക്കാം, മകളായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, അയൽവക്കക്കാരനായിരിക്കാം, സുഹൃത്തായിരിക്കാം, ബിസിനസ് പാർട്ട്ണറായിരിക്കാം, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആരും ആയിക്കോട്ടെ. ആരെങ്കിലും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ തന്നിട്ടുണ്ടെങ്കിൽ, ഒത്തിരിയേറെ നോവുകൾ തന്നിട്ടുണ്ടെങ്കിൽ, ക്ഷമിക്കുമ്പോഴാണ് നിൻ്റെയൊക്കെ ജീവിതം വിശുദ്ധമായി തീരുക, അനുഗ്രഹമുള്ളതായിട്ട് തീരുക.
മാർട്ടിൻ ലൂതർ പറഞ്ഞ വളരെ സുന്ദരമായൊരു കോട്ടിംഗ് ഉണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോട്ടിങ്ങാണ്. അതിങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക: ഇരുളിനെ അകറ്റാൻ ഇരുളിന് കഴിയുകയില്ല, പ്രകാശത്തിന് മാത്രമേ കഴിയൂ. അച്ഛൻ ഒന്നുകൂടി പറയാം: ഇരുളിനെ അകറ്റാൻ ഇരുളിന് കഴിയില്ല, പ്രകാശത്തിനെ പറ്റൂ. വെറുപ്പിനെ അകറ്റാൻ വെറുപ്പ് കൊണ്ട് സാധിക്കില്ല, സ്നേഹത്തിനെ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതം സ്നേഹിക്കാനുള്ളതാ, ക്ഷമിക്കാനുള്ളതാ, പൊറുക്കാനുള്ളതാ, വിട്ടുകൊടുക്കാനുള്ളതാ, കുറച്ചും കൂടിയൊക്കെ എളിമപ്പെടാനുള്ളതാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് പറ്റുമ്പോഴാണ് നമുക്കത് നമ്മുടെ ജീവിതം ധന്യമായി തീരുക. നമുക്കറിയാം, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വെടിവെച്ച് കൊല്ലാനായിട്ട് പരിശ്രമിച്ച ആ മനുഷ്യനെ ജയിലിൽ പോയി കണ്ട മനുഷ്യനാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അവരൊക്കെ വിശുദ്ധന്മാരായിട്ട് തീരുന്നത് അവരോട് വിരോധം കാണിച്ചവരോടും വിദ്വേഷം കാണിച്ചവരോടും വെറുപ്പ് കാണിച്ചവരോടും അവരെ മുറിപ്പെടുത്തിയവരോടൊക്കെ ക്ഷമിച്ചപ്പോഴാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്ഷമിക്കാൻ പറ്റട്ടെ, സഹിക്കാൻ പറ്റട്ടെ, കുറച്ചും കൂടിയൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും, ഒത്തിരിയേറെ അനുഗ്രഹമുള്ളതായിട്ട് തീരും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടോ? പൊറുത്തിട്ടുണ്ടോ? വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ വെറുപ്പ് സൂക്ഷിക്കുന്നവരുണ്ട്. അമ്മായിമ്മയോട് വെറുപ്പ് സൂക്ഷിക്കുന്നവരുണ്ട്, അമ്മായിച്ചനോട് വെറുപ്പ് സൂക്ഷിക്കുന്നവരുണ്ട്. വേദനിപ്പിച്ച ഓരോ വ്യക്തിയോടും മനസ്സിൽ വെറുപ്പും വിരോധവും വിദ്വേഷവും നമ്മൾ കരുതുന്നവരുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കുക, ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന്, കുറച്ചും കൂടിയൊക്കെ എളിമപ്പെടാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന്, കുറച്ചും കൂടിയൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും, വിശുദ്ധമായി തീരും. അതിന് പറ്റട്ടെ എന്നാണ് സഭാമാതാവ് ഇന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന കാര്യം. വളരെ സുന്ദരമായൊരു വചനം കൂടി പറഞ്ഞിട്ട് അച്ഛൻ നിർത്തുക. ഈ ബൈബിൾ ഭാഗത്തിൽ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്താണ് വചനം? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. സുവർണ കൽപ്പന എന്നാണ് ഇതിനെ പറയുക. സുവർണ കൽപ്പന. എന്താണ് ആ കൽപ്പന? വളരെ സുന്ദരമായിട്ടാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരാൾ എന്നോട് എന്താണ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഈ വ്യക്തി എന്നോട് എങ്ങനെയാണ് പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അത് അയാളോട് പെരുമാറാനാ ഇന്ന് സുവിശേഷം പറയുക. ക്ഷമിക്കാൻ പറ്റട്ടെ, സ്നേഹിക്കാൻ പറ്റട്ടെ, കുറച്ചും കൂടെയൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റട്ടെ. മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം മറ്റുള്ളവരോട് ചെയ്യാൻ എനിക്ക് പറ്റട്ടെ. അപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ധന്യമായി തീരുക, വിശുദ്ധന്മാരും വിശുദ്ധകളുമായിട്ട് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് ഓരോരുത്തരും വിശുദ്ധന്മാരും വിശുദ്ധകളുമാകാനുള്ള വിളിയിൽ പങ്കുചേർന്നുകൊണ്ട് ക്ഷമിക്കാനും സ്നേഹിക്കാനും വിട്ടുകൊടുക്കാനൊക്കെ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പതിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ, കുഞ്ഞുങ്ങളായ ഞങ്ങൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും കൂട്ടുകാരെയും ആത്മീയ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ വികാരിയച്ഛനെയും സിസ്റ്റേഴ്സിനെയും ഈശോയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങ് കൂടെ ഉണ്ടാകണമെന്ന് അവ വിജയിപ്പിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടസ്നേഹിക്കുകയും ചെയ്യട്ടെ. സ്വീകരിക്കണമേ, എന്നെ സ്വീകരിക്കണമേ, സ്വീകരിക്കണമേ,
കരുണ്യവാനായ കർത്താവേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് തൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും വിദൂരത്തും വിദേശത്തുമൊക്കെയായി ഓൺലൈൻ വഴി ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും ആവശ്യങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണേ കർത്താവേ. ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഒറ്റക്കെട്ടായ ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ അങ്ങ് പരിഹരിക്കണേ ഈശോയെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും തരണേ. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ, പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട്. അവരെല്ലാം അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമേറ്റരുടെ വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞേറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ, വൃദ്ധരായ മാതാപിതാക്കൾ, ആരോരും കൂടെയില്ലാത്തവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, തകർക്കപ്പെട്ടവർ, തകർന്നു പോയവർ, ബിസിനസ്സിലൊക്കെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, വിദൂരങ്ങളിൽ പഠനത്തിനും ജോലിക്കുമൊക്കെ പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ദൈവമേ എല്ലാവരെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ, കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയോസെപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതിയുടെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുത്തിരകമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എല്ലാ സൃഷ്ടിക്കുമുള്ളവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിന് വഴി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീതാദാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനം മാമോദീസായാലും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളങ്ങ് കാരണേതരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും
ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. പ്രാർത്ഥനയെ സാക്കിനെ യാക്കോബിനെ ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാനയർപ്പിക്കപ്പെടുന്നു. അതിനായി യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും സ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ നൽ പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ നൽ പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നൽ പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. നമ്മുടെ എല്ലാ വേദനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശവചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസവം മുൻപിലാണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപതധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവെ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ.
കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാര്യാനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം ഇതായി താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഴക്ക ദോഷങ്ങൾ രഹസ്യ പാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവേ, നീ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് മാപ്പ് പറയാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിലേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, നിന്റെ സഹായത്താൽ വിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. നിന്റെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് പ്രചോദനം അരുളുകയും ചെയ്തു. അവരോടുകൂടി ഭാവി ജീവിതത്തിന്റെ പ്രത്യാശയിൽ ഞങ്ങൾ പങ്കുചേരുകയും ഭക്തിയാദരപൂർവം ഈ ദിവരഹസ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ആവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശ